നഗരസഭാ ഭരണസമിതിയിലെ പൊട്ടിത്തെറിയിൽ നടത്തിയ നേതാക്കളുടെ ചർച്ച ഫലം കണ്ടില്ല. ചെയർപേഴ്സണിൽ വിശ്വാസമില്ലെന്ന് കോൺഗ്രസ് കൗൺസിലർമാർ. കോൺഗ്രസ് സംസ്കാരത്തിന് യോജിച്ച ഭരണമല്ല നടക്കുന്നതെന്നും അഭിപ്രായം. വീണ്ടും ചർച്ച നടത്താൻ തീരുമാനം. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. സനോജ്, കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി പാലാ നഗരസഭയിൽ കോൺഗ്രസിനുള്ളിൽ വലിയ തരത്തിലുള്ള വാക്പോരുകളാണ് നടക്കുന്നത്. ബിനു പുളിക്കക്കണ്ടത്തിന്റെ കുടുംബം കോൺഗ്രസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിട്ടതുൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ. മാണി സി കാപ്പന്റെ നേതൃത്വത്തിലായിരുന്നല്ലോ ചർച്ച ഫലം കണ്ടില്ല എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? പാലാ നഗരസഭയിൽ UDFിൽ രൂപപ്പെട്ട പ്രതിസന്ധി കടുത്ത അഭിപ്രായ ഭിന്നതയിലേക്ക് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ ദിയ പുളിക്കക്കണ്ടത്തിൽ തങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ 5 കൗൺസിലർമാരും ഒരു സ്വതന്ത്ര അംഗവും ഉൾപ്പെടെ കത്ത് UDF നേതൃത്വത്തിന് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ ദിയയും ഒപ്പം തന്നെ പിതാവും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരനും ഉൾപ്പെടെയുള്ള ആളുകളും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ 3 പേരും മാണി സി കാപ്പൻ വിഭാഗത്തിൻ്റെ ഒരാളും ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് കോൺഗ്രസിൻ്റെ 5 പേരും ഒരു സ്വതന്ത്ര അംഗവും ഒരേ നിലപാട് സ്വീകരിച്ചു നിൽക്കുന്നു. ഒരു കോൺഗ്രസ് അംഗം വ്യത്യസ്ത നിലപാട് സ്വീകരിച്ച് മാറി നിൽക്കുന്നു. അങ്ങനെയുള്ള കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ പാലാ നഗരസഭ മുന്നോട്ട് പോവുകയാണ്. ചെയർപേഴ്സണിൽ തങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് ഈ 6 ജനപ്രതിനിധികൾ ഒപ്പിട്ട് രേഖാമൂലം കത്ത് നൽകിയിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതിസന്ധി രൂക്ഷമായതോടുകൂടി വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്ഥലം MLA കൂടിയായിട്ടുള്ള മാണി സി കാപ്പനും ഒപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ നേതാവും MPയുമായിട്ടുള്ള ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് ഇന്നലെ വൈകുന്നേരം പാലായിൽ ഈ ജനപ്രതിനിധികളെ വിളിച്ച് വ്യത്യസ്തമായി ചർച്ചകൾ നടത്തിയത്. ഓരോ വിഭാഗത്തെയും പ്രത്യേകം വിളിച്ചുകൊണ്ടായിരുന്നു ചർച്ച. എന്നാൽ ചർച്ചയിൽ യാതൊരു തീരുമാനവും ഉണ്ടായില്ല. ഇരു വിഭാഗങ്ങളും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് ചർച്ച തീരുമാനമാവാതെ പിരിയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും വരും ദിവസങ്ങളിൽ ചർച്ച നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിപ്പെട്ടിട്ടുള്ളത്. എങ്കിലും കോൺഗ്രസ് ഇത്തരത്തിൽ സ്വതന്ത്ര അംഗങ്ങൾക്ക് കീഴ്പ്പെട്ട് മുന്നോട്ട് പോവേണ്ടതില്ല എന്ന നിലപാടിലാണ് ഈ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള അംഗങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയല്ല. ഇനി ഭരണം നഷ്ടപ്പെട്ടാലും സ്വതന്ത്രരായിട്ടുള്ള 3 പേരുടെ പിന്തുണയോടുകൂടി ഭരണം തുടരേണ്ടതില്ല, ആത്മാഭിമാനം പണയപ്പിച്ച് മുന്നോട്ട് പോവേണ്ടതില്ല എന്നുള്ള നിലപാടാണ് ഇവർ 6 പേരും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ മാസം 28-ാം തീയതി വൈസ് ചെയർപേഴ്സണായിട്ടുള്ള മായ രാഹുൽ രാജിവെക്കേണ്ട ദിവസമാണ്. അവർ രാജിവെക്കുകയില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അവർ രാജിവെച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായും ദിയ പുളിക്കക്കണ്ടത്തിൻ്റെ പിതാവ് കൂടിയായിട്ടുള്ള കൗൺസിലർ ബിനു പുളിക്കക്കണ്ടമാണ് വൈസ് ചെയർമാനായി വരേണ്ടത്. എന്നാൽ അദ്ദേഹത്തിന് ഒരു കാരണവശാലും ആ സ്ഥാനം നൽകാൻ കഴിയുകയില്ല എന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് കൗൺസിലർമാരുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ UDFിലെ പ്രതിസന്ധി കൂടുതൽ കലുഷിതമാകുവാൻ തന്നെയാണ് സാധ്യത. സിന്ദൂരി. സനോജ്, ഇത്തരത്തിൽ പറഞ്ഞുറപ്പിച്ച സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ അവരുടെ ബിനു പുളിക്കക്കണ്ടത്തിന്റെ മറ്റുമൊക്കെ ഒരു നിലപാട് എന്താകാനായിരിക്കും സാധ്യത നിലവിലത്തെ സാഹചര്യത്തിൽ? തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ബിനു പുളിക്കക്കണ്ടം ഉൾപ്പെടെയുള്ള ഫാമിലി അവർ 3 പേർ വ്യക്തമാക്കിയിട്ടുള്ളത് തങ്ങളിൽ വിശ്വാസമില്ല എന്ന് രേഖാമൂലം UDF നേതൃത്വം ഒരു കത്ത് നൽകിയാൽ തങ്ങൾ ആ നിമിഷം സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് അവരുടെ നിലപാട്. പക്ഷേ അവരും സ്ഥാനം രാജിവെക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും കാര്യങ്ങൾ കുഴഞ്ഞു മറിയുകയാണ്. ഒരുപക്ഷേ 6 മാസം കഴിയുമ്പോഴാണ് അവിശ്വാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുക. സ്വാഭാവികമായും അവിശ്വാസ പ്രമേയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാലാ നഗരസഭയിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഇതിനിടയിലാണ് 6 മാസത്തെ കാലാവധി പറഞ്ഞ് വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നിയമിതയായിട്ടുള്ള മായ രാഹുൽ താൻ 6 മാസം കഴിയുമ്പോൾ ഈ മാസം 28-ാം തീയതി രാജിവെക്കേണ്ടതാണ്. എന്നാൽ രാജിവെക്കേണ്ട സാഹചര്യമില്ല. കോൺഗ്രസ് അംഗത്തിന് ആ വൈസ് ചെയർപേഴ്സൺ സ്ഥാനം നൽകുകയാണെങ്കിൽ മാത്രമേ രാജിവെക്കുകയുള്ളൂ എന്നാണ് മറ്റ് കോൺഗ്രസ് അംഗങ്ങളും ഈ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കടുത്ത പ്രതിസന്ധിയാണ് UDFിൽ പാലാ നഗരസഭയിൽ ഉണ്ടായിട്ടുള്ളത്. സിന്ദൂരി.